ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് വിശുദ്ധ 3 നോമ്പിൻ്റെ 2-ാം ദിവസം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ചിത്തത്തിൽ ഏകാഗ്രപ്പെടുത്തി അല്പനേരം ദൈവവചനം ധ്യാനിക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. തൻ്റെ ജീവിതം വലിയ ശൂന്യതയിൽ അവസാനിക്കുന്നത് കാണുമ്പോൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ദാരുണമായ വ്യസനം പൂണ്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആ പ്രാർത്ഥനയിൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. 4-ാമത്തെ വാക്യം: നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. 2 രീതിയിലാണ് ഈ വാക്യം തർജ്ജമം ചെയ്തിരിക്കുന്നത്. ചില വേദപണ്ഡിതന്മാർ ഇതിനെ ഒരു ചോദ്യമായിട്ട് പ്രവാചകൻ ദൈവസന്നിധിയിൽ ഉയർത്തുന്നു എന്ന് ചേർത്തിരിക്കുന്നു. നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു, ഇനിയും നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് ഞാൻ എങ്ങനെ നോക്കും? പ്രിയമുള്ളവരെ, ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഇനിയും പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം അറ്റുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ സത്യാനുതാപത്തോടുകൂടി ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥനയിൽ അദ്ദേഹം വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജന്മനാട്ടിലേക്ക് പോകണമെന്നോ, തൻ്റെ ചാർച്ചക്കാരോടൊപ്പം ആയിരിക്കണമെന്നോ, തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതിലെല്ലാം ഉപരി ദൈവികമായി ഒരേ ഒരു അഭിവാഞ്ചന ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് ഞാൻ എന്നും നോക്കും, അല്ലെങ്കിൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് ഞാൻ ഇനിയും എങ്ങനെ നോക്കും? 1-ാമത്തെ ആശയം ഭക്തിയുടെ ഉത്ഭവവും പൂർത്തീകരണവും വിശുദ്ധ മന്ദിരത്തിലാകുന്നു. ഭക്തിയുടെ ഉത്ഭവവും പൂർത്തീകരണവും വിശുദ്ധ മന്ദിരത്തിൽ ആകുന്നു. ഈ വിശുദ്ധ മന്ദിരം നാം 2 തലത്തിൽ മനസ്സിലാക്കണം. ഒന്നാമതായി, ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലാകുന്നു. അതുകൊണ്ടാണ് മണ്ണാൽ മനയപ്പെട്ട മനുഷ്യനിൽ ദൈവം തൻ്റെ ജീവശ്വാസം മൂലം തൻ്റെ ആത്മാവിനെ ദാനം കൊടുക്കുമ്പോൾ അത് ദൈവം വസിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായി മാറുന്നത്. അതുതന്നെയാണ് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന ആലയങ്ങളല്ലയോ നമ്മുടെ ശരീരങ്ങൾ? ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരമല്ലയോ? അതുകൊണ്ടാവാം യേശു തമ്പുരാൻ ശമരിയ സ്ത്രീയോട് പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കേണ്ടിയത് ആത്മാവിലും സത്യത്തിലുമാണ്, യെരൂശലേമിലോ ഇന്ന പർവ്വതത്തിലോ ഒന്നുമല്ല. ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നതിലുമുപരി ആ ഭക്തിയുടെ ഉത്ഭവം നമ്മുടെ ശരീരത്തിലായിരിക്കണം. കാരണം അതിൽ വസിക്കുന്നത് ദൈവാത്മാവാണ്. ഇന്ന് പലരും ഈ ഭക്തിയെ തേടി പല സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഇന്ന സ്ഥലത്ത് പോയാൽ ഭക്തി ലഭിക്കും, ഭക്തി കൂടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി ഒന്നാമതായി ഈ ഭക്തിയുടെ ആരംഭം നമ്മുടെ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തിലായിരിക്കണം. അത് പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്. ഇത്രത്തോളം താൻ ദൈവത്തെ ആരാധിച്ചു പോരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവാത്മാവ് തന്നെ പല മേഖലകളിലും നടത്തിപ്പോരുന്നു. അത് തിരിച്ചറിയുകയാണ്. ഭക്തി വീണ്ടും ഉറപ്പിക്കുകയാണ്. നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് ഞാൻ എന്നും നോക്കും എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു അനുതാപം തൻ്റെ ജീവിതത്തിൽ ഭക്തി രൂപേണ ഉണ്ടാകുന്നു. എന്നാൽ അതിൻ്റെ പൂർത്തീകരണവും വിശുദ്ധ മന്ദിരത്തിലാകുന്നു. ആ വേദഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോൾ 7-ാമത്തെയും 9-ാമത്തെയും വാക്യങ്ങൾ: എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും,
നേർന്നിരിക്കുന്നത് ഞാൻ നിനക്ക് കഴിക്കും. സ്തോത്രനാദത്തോടെ ഞാൻ നിനക്ക് യാഗം കഴിക്കും. നേർന്നിരിക്കുന്നതെല്ലാം ഞാൻ നിനക്ക് കഴിക്കും. അത് ഭക്തിയുടെ പൂർത്തീകരണമാണ്. നമ്മെ തന്നെ ദൈവാലയത്തിൽ ഒരു യാഗമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം. ബഹുമതിപൂർവം നിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ഞാൻ എൻ്റെ നേർച്ചകളെ നിനക്കായിട്ട് കഴിക്കും എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം. ഞാൻ ഇനിയും എൻ്റെ നേർച്ചകളെല്ലാം നിനക്ക് കഴിക്കും എന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ നേർച്ച ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവാനുസരണമാണ്. ഒബീഡിയൻസ് ടു ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി നഷ്ടപ്പെടുത്തിയതിനെയെല്ലാം നേർച്ചകൾ ഇനിയും ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കണമെങ്കിൽ ഒന്നാമത്തെ നേർച്ച ദൈവാനുസരണത്തിൻ്റെ ഒരു ജീവിതമാണ്, അനുഭവമാണ്. അതുകൊണ്ടാണ് പരിപൂർണ മനുഷ്യനായി തീർന്ന ദൈവത്തിന് പോലും പരിശുദ്ധ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് പറയുന്നത് ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തിൻ്റെ പൂർണ്ണതയാണ് അനുസരണം. തൻ്റെ പിതാവാം ദൈവത്തോടുള്ള അനുസരണമുള്ള ഒരു ജീവിതം. ബലഹീനരായ നമ്മുടെ ജീവിതത്തിലും ഇതൊരു പൂർത്തീകരണമായി, നേർച്ചയായി, യാഗമായി സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ പല വ്യവസായങ്ങളൊക്കെ നടക്കുന്ന മുറയ്ക്ക് അവിടെ പറയുന്നു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കുവിൻ, ഞാനിത് 3 ദിവസം കൊണ്ട് പണിയും. തൻ്റെ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിയുടെ ഉത്ഭവവും പൂർത്തീകരണവും വിശുദ്ധ മന്ദിരത്തിലായിരിക്കണം. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഈ ഭക്തി തിരിച്ചറിയേണ്ടത് നമ്മുടെ തന്നെ ഈ ശരീരത്തിൽ നാം വസിക്കുമ്പോഴാണ്. രണ്ടാമതായി അത് പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മെ തന്നെ നേർച്ച കാഴ്ചകളായി, യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കാലികമായി നോക്കുമ്പോൾ ഇന്ന് പല ദേവാലയങ്ങളും ശൂന്യമായി പോകുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ആരാധനകളില്ലാതെ, അനുതാപങ്ങളില്ലാതെ വ്യവസായ രീതിയിൽ നടങ്ങുന്ന ഒരു രീതി. നമുക്കൊക്കെ ചില പദവികളൊക്കെ ലഭിക്കുമ്പോൾ അതൊരു വ്യവസായമായി മാറുകയാണ്. എൻ്റെ വ്യക്തി പ്രശസ്തിക്ക് വേണ്ടിയോ എൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം. പക്ഷെ അനുതാപമില്ല, ദൈവത്തിങ്കിലേക്ക് തന്നെ യാഗമായിട്ട് സമർപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ശീമാ നമസ്കാരത്തിൽ ശനിയാഴ്ചയുടെ സൂത്താറയിൽ നാം പാടുന്നത്, നീങ്ങിപ്പോകും ബലികളെല്ലാം, ബലികളും ശുശ്രൂഷകളും ആഗ്രഹമേറും കുത്തിക്കവരും ദ്രവ്യം നേടാൻ. ദേവാലയം ഇവയിന്നും നിൻ മാഹാത്മ്യം നാഥമായും ദിനമാസന്നും കൃപ തോന്നണം. ദേവാലയങ്ങളിൽ നിന്നും ആരാധനകളും ബലികളുമെല്ലാം നീങ്ങിപ്പോകുമ്പോൾ, ശുശ്രൂഷകൾ നീങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഈ ഭക്തിയുടെ ഉത്ഭവവും പൂർത്തീകരണവും നമ്മുടെ തന്നെ ഈ ജീവിതത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ ആയിരിക്കണമെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമതായി ഈ ഭക്തി തിരിച്ചറിയേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ തന്നെയാണ് അത് ഉണ്ടാകേണ്ടത്. ദൈവനിയോഗങ്ങളെ തിരിച്ചറിയുന്ന ഒരു ജീവിതം. ദൈവമേ, ഇത്രത്തോളം നിന്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നെ വഴി നടത്തിയല്ലോ. തുടർന്നും അതിൻ്റെ പൂർത്തീകരണവുമായി ദൈവാനുസരണത്തോടുകൂടി എൻ്റെ ജീവിതത്തെ ഒരു യാഗമായി, നേർച്ചയായി സമർപ്പിക്കുവാൻ ദൈവമേ എന്നെ ഇടയാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിച്ച് വഴി നടത്തട്ടെ.